നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, ആദ്യപാദ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു. ബയേണിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ടായിരുന്നു സമനിലയിൽ പിരിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സര ഫലമാണ് വിജയികളെ തീരുമാനിക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ ടോണി ക്രൂസിനെ കുറിച്ച് ബയേണിന്റെ പരിശീലകനായ തോമസ് തുഷേലിനോട് ചോദിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ആദ്യപാദ മത്സരത്തിൽ അസാധാരണമായ ഒരു അസിസ്റ്റ് നൽകിയ വ്യക്തി കൂടിയാണ് ടോണി ക്രൂസ്. അദ്ദേഹത്തെ പാസിംഗ് മെഷീൻ എന്നാണ് ഇപ്പോൾ ബയേണിന്റെ പരിശീലകൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഒരു യന്ത്രത്തെ തങ്ങൾ കേടുവരുത്തേണ്ടതുണ്ടെന്നും ടുഷേൽ പറഞ്ഞിട്ടുണ്ട്. ബയേൺ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് വർഷക്കാലമായി ക്രൂസ് അവരുടെ പ്രധാനപ്പെട്ട താരമാണ്. അദ്ദേഹത്തെ പ്രശംസിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. വളരെ അനായാസം അദ്ദേഹം സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യും. മത്സരം നിയന്ത്രിക്കുന്നത് തന്നെ അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ആ ഒരു പാസിംഗ് മെഷീൻ അത് പ്രവർത്തനരഹിതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല കളിക്കുന്നത്, റയൽ മാഡ്രിഡ് എന്ന ടീമിനെതിരെയാണ് കളിക്കുന്നത്. ഒരുപാട് മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ടാസ്ക് ആണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത്. ഇതാണ് ബയേണിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യപാദ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ക്രൂസ് പുറത്തെടുത്തിട്ടുള്ളത്. സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ക്രൂസ്. വളരെ അപൂർവമായി കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും പിഴവുകൾ സംഭവിക്കാറുള്ളത്. ഇന്നത്തെ മത്സരത്തിലും എതിരാളികൾക്ക് അദ്ദേഹം വലിയ വെല്ലുവിളി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.